രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ദശകമാണ്, 2ാമത്തെ ശ്ലോകമാണ്, 89ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ളത് കിട്ടും. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച 12 മണിക്ക് കണ്ണൻ്റെ രാധ, കൃഷ്ണൻ്റെ രാധ, രാധയുടെ പ്രണയം എന്ന പേരിൽ നിങ്ങൾക്ക് രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ കിട്ടും. നിരവധി റിസർച്ച് നടത്തിയാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും 12 മണിക്ക് സൗന്ദര്യലഹരിയുടെ ക്ലാസ്സാണ്. അധികം താമസിയാതെ ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. ചിലർക്ക് നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരാം. ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. എൻ്റെ ഫീസ് എന്ന് പറയുന്നതാണ് എൻ്റെ രീതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ദൂരെ നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വന്ന് പഠിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. നിങ്ങൾ എന്നെ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട് പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് നിരവധിയുണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കുക. പിന്നെ രാധികാ കവചം 2 ഉണ്ട്. ഈ 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ രാധാ സഹസ്രനാമമുണ്ട്, രാധാ മാനസ തന്ത്രമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾ അത്യാവശ്യം കാണേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ഹിന്ദുക്കൾ അറിയേണ്ടവ, അത് നിശ്ചയമായും അതെല്ലാം കാണുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. പിന്നെ എന്നും നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടും. 5:30 മണിയാകുമ്പം ഒരു മോർണിംഗ് മെസ്സേജ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഒരു ജീവിതം ആരംഭിക്കാം. അതിനകത്ത് മോട്ടിവേഷണൽ സ്പീച്ചും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ.
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പം നമുക്ക് നാരായണീയം ആരംഭിക്കാം. ഇന്നത്തെ നാരായണീയം പാടിത്തരുന്നത് സുനിലാണ്. സുനിലിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കേവർക്കും പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു സുനിൽ തന്നെയാണ് നമ്മുടെ സൗന്ദര്യ ലഹരിയും അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ട് ഹൃദയത്തിൽ തട്ടി വളരെ ഭക്തിയോടുകൂടി രാധേ രാധേ ചാനലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, രാധേ രാധേ ചാനലിനോട് എന്നും സ്നേഹവും അതേ കണക്ക് എന്നോടും സ്നേഹവും പ്രകടിപ്പിക്കുന്ന, എനിക്ക് കുഞ്ഞനുജനെ പോലെ ഫീൽ ചെയ്യുന്ന ആരാണ്? സാക്ഷാൽ സുനിലാണ്. ആ സുനിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഹൃദയത്തിൽ തട്ടി അതിമനോഹരമായിട്ടാണ് ആലപിക്കുന്നത്. വളരെ സുന്ദരമായിട്ടാണ് ആലപിക്കുന്നത്. അത് നിങ്ങൾ കേട്ടുകൊള്ളൂ. മഹാർണവ വികൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ കൈഷ കമലോധരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതഃ സ്ഥിതിതമംബുജം സമജനീതി ചിന്താമകാ. അപ്പോൾ നമ്മുടെ സുനില് അത് സുന്ദരമായി പാടിയത് കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കേ. മഹാർണവ വികൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോഹം കുതഃ സ്വിദ്ദിതം അംബുജം സമജനീതി ചിന്താമഗാധ്. അർത്ഥം എഴുതിക്കോ. മഹാർണവം അർത്ഥം മഹാസമുദ്രം, മഹാസമുദ്രം. വികൂർണിതം അർത്ഥം ഇളകിക്കൊണ്ടിരിക്കുന്ന. കമലം താമര. ഏവ തന്നെ മാത്രം. കേവലം അർത്ഥം ഒന്നു മാത്രമായ. വിലോക്യ കണ്ടിട്ട്. തദുപാശ്രയം അതിന് ആശ്രയമായ. തവ അങ്ങയുടെ. തനും ശരീരത്തെ. തുനാലോകയൻ കാണാത്തവനായിട്ട്. ക ആര്? യേഷ ഈ. കമലോദരേ താമരപ്പൂവിനുള്ളിൽ. മഹതി എന്നിങ്ങനെ. നിസ്സഹായോ നിസ്സഹായനായി. ഹ്യഹം ഈ ഞാൻ. കുത എവിടെ നിന്ന്. സ്വദിതമംബുജം ഈ താമര എവിടെ സ്ഥിതി ചെയ്യുന്നു. അതാണ് സ്വിദിതമംബുജം. ഈ താമര എവിടെ സ്ഥിതി ചെയ്യുന്നു. സമജനീതി ഉണ്ടായതെന്ന്. ചിന്താമഗാധ് ചിന്തയിൽ മുഴുകി എന്നാണ് അർത്ഥം. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ബ്രഹ്മാവ് താനിങ്ങനെ മഹാസമുദ്രത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന താമരയെ കാണുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് മഹാസമുദ്രത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന താമരയെ കാണുകയാണ്. അതിനാധാരമായ അല്ലെങ്കിൽ ഈ താമര നിൽക്കാൻ ആശ്രയമായ ഭഗവാന്റെ ശരീരത്തെ ഒട്ട് കാണുന്നതുമില്ല. അപ്പോൾ സമുദ്രത്തിൽ കിടക്കുന്ന സാക്ഷാൽ ബ്രഹ്മാവ് താമരയെ കാണുന്നുണ്ട്. താമരയെ താങ്ങി നിർത്തിയിരിക്കുന്ന ഭഗവാനെ കാണുന്നില്ല. ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് താമര മുളച്ചു വന്നതെന്ന് അറിയുന്നില്ല. വളരെ വീതിയുള്ള വിസ്താരമുള്ള
ഈ താമരയ്ക്കുള്ളില് നിസ്സഹായനായി ഇരിക്കുകയാണ് ബ്രഹ്മാവ്. അങ്ങനെ നിസ്സഹായനായി ഇരുന്നു കൊണ്ട് ഞാൻ ആരാണ്, ഈ താമര എവിടെ നിന്നായിരിക്കും ഉണ്ടായത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ മനസ്സിലായല്ലോ, ബ്രഹ്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിനകത്ത താമരക്കുള്ളിലിരിക്കുകയാണ്. ഈ താമര എവിടെ നിന്ന് വന്നെന്ന് ബ്രഹ്മാവിന് യാതൊരു പിടിയും കിട്ടുന്നില്ല. ഈ താമര ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് വന്നത്. പക്ഷേ ഭഗവാനെ ഒട്ട് ബ്രഹ്മാവ് കാണുന്നതുമില്ല. താമരയാകട്ടെ അങ്ങേയറ്റം വിസ്തീർണമുള്ളതാണ്. ആ വീതിയുള്ള താമരയ്ക്കുള്ളില് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന ഇരുത്ത ഒരു നിസ്സഹായന്റെ ഇരുത്തയാണ്. ഞാൻ ആരാ, ഞാൻ എവിടുന്നാ വന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ആലോചിച്ച് നോക്കണം, ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഈ ഭൂമിയിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞതൊന്നും നമുക്ക് ഓർമ്മയുമില്ല, ഇന്നലത്തതും ഓർമ്മയുമില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഒന്ന് പരിഭ്രാന്തിയിലായി പോകും. ഇത് ആര്, ഒരു മനുഷ്യനെയും കാണുന്നില്ല, അതും കടലിൻ്റെ നടുക്കാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാനിത് ആരാ, ഞാനിത് എവിടുന്നാ വന്നത്, ഇത് എന്താ ഈ നാല് ചുറ്റും കാണുന്നത്? ഇതാണ് ഇതിൻ്റെ ആശയം. ഇത് വളരെ ചെറിയൊരു ശ്ലോകമാണ്. അപ്പോൾ നോക്കിക്കോണം, ഇതിൻ്റെ ഒന്നാമത്തെ വരി ഓരോ വരിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മഹാർണവ വികൂർണിതം കമലമേവ തത് കേവലം. ഉണ്ടോ, കമലമേവ തത്. അപ്പൊ അർത്ഥം എന്താണ്? മഹാർണവം, മഹാസമുദ്രം, വികൂർണിതം, ഇളകിക്കൊണ്ടിരിക്കുന്ന, കമലമേവ, ഒരേ ഒരു താമര, കേവലം, ഒന്നു മാത്രമായ. അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓർമ്മിക്കുക. കഠിന കൃഷ്ണഭക്തനായിരുന്ന, കൃഷ്ണൻ്റെ അമ്പലത്തിൽ മാത്രമേ പോകൂ, വേറെ എവിടെയും പോകാതിരുന്ന ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും നിങ്ങളത് കണ്ടിരിക്കണേ. നിങ്ങൾക്കതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 9645333999. നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്താൽ മതി, എന്നെ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തരും. ഇനി ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. 4 മുഖങ്ങളും 8 കണ്ണുകളുമുള്ള ബ്രഹ്മാവ്. ആ 4 മുഖങ്ങളും 8 കണ്ണുകളുമുള്ള ബ്രഹ്മാവിന് എല്ലാ ദിക്കുകളും ഒരുമിച്ച് കാണാം. കാരണം ബ്രഹ്മാവിന് കിഴക്കോട്ടൊരു മുഖം, വടക്കോട്ടൊരു മുഖം, പടിഞ്ഞാറോട്ടൊരു മുഖം, തെക്കോട്ടൊരു മുഖം. അപ്പോൾ ഈ 4 വശത്തുള്ളതും ഒരേ സമയത്ത് തല തിരിക്കാതെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. അങ്ങനെ ബ്രഹ്മാവ് ഈ 4 ചുറ്റും അങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് ബ്രഹ്മാവ് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ബ്രഹ്മാവ് ആകെ കാണുന്നത് ഒരു മഹാസമുദ്രം. ആ മഹാസമുദ്രത്തിൽ ഒരു താമര, ആ താമരയ്ക്കകത്ത് താൻ ഇരിക്കുകയാണ്. ആ താമര ഇങ്ങനെ ചലിക്കുന്നതാണ് കാണുന്നത്. അതും ഒരേ ഒരു താമര, സമുദ്രത്തിൽ എങ്ങും വേറെ താമരയില്ല. അപ്പൊ ബ്രഹ്മാവ് അത്ഭുത പരതന്ത്രനായും എന്നാൽ നിസ്സഹായനായും അങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ 4 മുഖവും 8 കണ്ണുകളും വെച്ച് നോക്കിയിട്ടും ഈ സമുദ്രവും ഈ സമുദ്രത്തിനകത്തിരിക്കുന്ന ഒരേ ഒരു താമരയും ഇതല്ലാതെ മറ്റൊന്നും ആര് കാണുന്നില്ല, ഭഗവാൻ അല്ല ബ്രഹ്മാവ് കാണുന്നില്ല. ഇനി രണ്ടാമത്തെ വരി എന്താ? വിലോക്യ തതുപാശ്രയം തവ തനും തുനാലോകയൻ. വിലോക്യ, വിലോക്യ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കണ്ടിട്ട്. വിലോക്യ കണ്ടിട്ട്, തതുപാശ്രയം അതിനാശ്രയമായ, തവ തനും അങ്ങയുടെ ശരീരം, തുനാലോകയാൻ കാണാത്തവനായിട്ട്. അതായത് രണ്ടാമത്തെ വരിയിൽ എന്താ പറയുന്നത്? സമുദ്രത്തില് താമര ഇങ്ങനെ കിടന്ന് ചലിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പൊ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, സമുദ്രത്തിൽ കിടക്കുന്ന താമര ചലിക്കണമെങ്കിൽ ആ സമുദ്രം, അതായത് ജലം എന്ത് ചെയ്യണം? ചലിക്കണം. അപ്പൊ ജലത്തിൽ കിടക്കുന്ന താമര ചലിക്കണമെങ്കിൽ ജലത്തിന് ചലനമുണ്ടാകണം. ജലം ചലിക്കണമെങ്കിൽ ജലത്തെ ചലിപ്പിക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ടാകണം. പക്ഷേ തൻ്റെ 8 കണ്ണുകൾ വെച്ച് 4 മുഖവും വെച്ച് നോക്കിയനൊക്കെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ശക്തിയെ കാണാനേയില്ല. അപ്പൊ ബ്രഹ്മാവിന് ഒരു കാര്യം മനസ്സിലായി, ഈ താമരയ്ക്ക് ആധാരമായിട്ട്
താമരെ ആശ്രയിച്ചിരിക്കുന്ന എന്തോ ഒന്നുണ്ട്. പക്ഷെ അത് ഏതാണെന്ന് പിടികിട്ടുന്നില്ല. കാരണം താമര ചലിക്കുന്നു, വെള്ളത്തിൽ കിടക്കുന്ന താമര ചലിക്കുന്നു. ചലിക്കണമെങ്കിൽ വെള്ളം ചലിക്കാതെ താമര ചലിക്കില്ല. വെള്ളം ചലിക്കണമെങ്കിലോ വെള്ളത്തെ ചലിപ്പിക്കുന്ന എന്തോ ഉണ്ട്. അപ്പൊ ആരാണ് ഈ വെള്ളത്തെ ചലിപ്പിക്കുന്നത്? ആരുടെ ശക്തി കൊണ്ടാണ് ഈ വെള്ളം ചലിക്കുന്നത്? ഇതറിയാൻ വേണ്ടിയാണ് ബ്രഹ്മാവ് 4 ചുറ്റും നോക്കുന്നത്. എന്നിട്ടോ ഒന്നും കാണുന്നില്ല ബ്രഹ്മാവ്. അങ്ങനെ ബ്രഹ്മാവ് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. ശരിക്കും സാക്ഷാൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന് മുളച്ചു വന്ന ആ താമരയുണ്ടല്ലോ, അതിനെ ചലിപ്പിക്കുന്നത് ഭഗവാനാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ബ്രഹ്മാവിന് അത് പിടികിട്ടുന്നില്ല. ഇനി 3ഉം 4ഉം വരികൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്താണത്? ക ഏഷ കമലോദരേ മഹതി നിസ്സഹായേഹം കുത സ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത്. ക ആര്? ഏഷ ഈ കമലോദരേ, കമലോദരേ താമരപ്പൂവിൻ്റെ ഉള്ളിൽ, മഹതി എന്നിങ്ങനെ നിസ്സഹായോ നിസ്സഹായനായി, ഹകം ഈ ഞാൻ, കുത എവിടെ നിന്ന്, സ്വിദിതമംബുജം ഈ താമര എവിടെ സ്ഥിതി ചെയ്യുന്നു, സമജനീതി ഉണ്ടായതെന്ന്, ചിന്താമഗാത് അഗാധമായ ചിന്തയിലാണ്ടു. എന്താണ് ഈ 3ഉം 4ഉം വരി പറയുന്നത്? അപ്പോൾ 1ഉം 2ഉം വരി നമുക്ക് മനസ്സിലായി. ബ്രഹ്മാവ് തൻ്റെ 4 മുഖങ്ങളും വെച്ച് 4 ദിക്കിൽ നോക്കിയിട്ടും ആകെ കണ്ടതൊരു സമുദ്രവും സമുദ്രത്തിലൊരു താമരയും താമരയ്ക്കകത്ത് താനിരിക്കുന്നതും. ആ താമര ചലിക്കുന്നു. താമര ചലിക്കണമെങ്കിൽ ജലം ചലിക്കണം. ജലം ചലിക്കണമെങ്കിൽ ജലത്തെ ചലിപ്പിക്കുന്ന ഒരു ശക്തി വേണം. ബ്രഹ്മാവ് എത്ര ശ്രമിച്ചിട്ടും ജലത്തെ ചലിപ്പിക്കുന്ന ആ ശക്തിയെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാരാണിത്? ഇതാരാണ് ഈ ജലത്തെ ചലിപ്പിക്കുന്നത്? അപ്പം ബ്രഹ്മാവ് വിചാരിക്കുകയാണ്, ഇതിനാധാരമായ ഒരു വലിയ ശക്തി ഉണ്ടല്ലോ. അപ്പം ഭഗവാന്റെ ശരീരം എത്ര ശ്രമിച്ചിട്ടും ബ്രഹ്മാവിൻ്റെ കണ്ണിൽ പെടുന്നില്ല. ആകെ ബ്രഹ്മാവ് കാണുന്നത് ഒരു വലിയ താമര. ആ താമരയുടെ ഉള്ളു മാത്രമാണ് കാണുന്നത്. ആ ഉള്ളിൻ്റെ ഒരു ഭാഗത്താണ് താൻ ഇരിക്കുന്നത്. ഓർമ്മ വേണം, ആ താമരയുടെ വിസ്താരം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബ്രഹ്മാവ് ഇരുന്നിട്ടും പിന്നെയും ഇഷ്ടം പോലെ സ്ഥലം കിടക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ ഉള്ളു കാണുകയാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയ വീതിയേറിയ താമര, അത്രയ്ക്ക് വലിയ വീതിയേറിയ താമരയ്ക്കകത്താണ് ആരിയ്ക്കുന്നത്? സാക്ഷാൽ ബ്രഹ്മാവ് ഇരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് ആകെ കാണുന്നത് ഇതാണ്. താമരയുടെ അകം മാത്രമാണ് ബ്രഹ്മാവ് കാണുന്നത്. ഈ താമരയ്ക്കുള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ബ്രഹ്മാവ് നോക്കിയപ്പോൾ ആരുമില്ല. താൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ താമരയിൽ അകപ്പെട്ടു പോയ, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരു നിസ്സഹായനാണ് താനെന്ന് ബ്രഹ്മാവിന് തോന്നി. അപ്പോൾ ബ്രഹ്മാവിന് ആരാണ്? ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ഭഗവാനെ കണ്ടെങ്കിൽ പ്രശ്നം തീർന്നേനെ. ബ്രഹ്മാവ് ആകപ്പാട് അങ്കലാപ്പായി. ഇതെന്തൊരു താമരയാണ്, ഭയങ്കരമായ ഒരു താമര. താൻ ഇരുന്നിട്ടും പിന്നെയും എന്നെപ്പോലെ 10 ബ്രഹ്മാവിന് ഇരിക്കാനുള്ള സ്ഥലം ഈ താമരയ്ക്കകത്തുണ്ട്. അപ്പോൾ ആ താമരയുടെ ഉൾവശം മാത്രമേ കാണുന്നുള്ളൂ. അവിടെയൊക്കെ പരിശോധിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു കൊച്ചു ജീവിയെങ്കിലും ഉണ്ടോ? ഒരു കൊച്ചു ഇഴജീവിയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയനൊക്കെ ഒന്നും കാണുന്നില്ല. താൻ മാത്രം. ബ്രഹ്മാവെന്ന് വല്ലാതെ നിസ്സഹായനായി പോയി. കാരണം ഇതെന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കടലും കടലിൻ്റെ നടുക്ക് താമരയും, അവിടെ ഞാൻ ഇരിക്കുന്നു. കരയിലാണെങ്കിലും എങ്ങോട്ടേക്കെങ്കിലും പോകാമായിരുന്നു. ഈ കടലിൻ്റെ നടുക്ക് ഞാനിത് എന്താ ചെയ്യേണ്ടത്? ആശ്രയത്തിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ. നമ്മളൊരു കടലിൻ്റെ നടുക്ക് ഏതെങ്കിലും ഒരു വള്ളത്തിൻ്റെ കഷണത്തിൽ പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ ഒരു വള്ളത്തിലിരിക്കുക.
ഒരു മനുഷ്യരെയും കാണുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭയവും ഒരു നിസ്സഹായതയും ഒക്കെ ഉണ്ടാകും. ബ്രഹ്മാവ് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി, എന്നാലും ഈ താമര എങ്ങനെ ഉണ്ടായി, ഇത് എവിടെ നിന്ന് വന്നു, ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഈ താമര എങ്ങനെ ഉണ്ടായി എന്ന് ഭഗവാൻ ഇപ്പൊ വെളിപ്പെടുത്തുമോ? കാത്തിരിക്കൂ, അടുത്ത തിങ്കളാഴ്ച അതിൻ്റെ ഉത്തരവുമായിട്ട് ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാ.